നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UK ആസ്ഥാനമായുള്ള പത്രമായ ദി ടെലിഗ്രാഫിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലിന്റെയും US-ന്റെയും ആക്രമണം ഭയന്ന് ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് ചുറ്റും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ. പശ്ചിമേഷ്യൻ രാജ്യം നിർണായക ആണവ മിസൈൽ സൈറ്റുകളിൽ പ്രതിരോധം ശക്തിപ്പെടുത്തുകയും ആ സ്ഥലങ്ങളിൽ കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലും US-ഉം സംയുക്തമായി നടത്തുന്ന സൈനിക നടപടിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് ഈ നീക്കം. ഏത് സമയത്തും ഒരു അപ്രതീക്ഷിത ആക്രമണം ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വർഷം ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനുള്ള ഇസ്രായേലിന്റെ പദ്ധതികളെക്കുറിച്ച് US ഇന്റലിജൻസ് നേരത്തെ ബൈഡൻ ട്രംപ് ഭരണകൂടങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വർഷങ്ങളായി ഇറാൻ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും എന്നാൽ ഇസ്രായേൽ ആദ്യ ആക്രമണം ആരംഭിച്ചതിനു ശേഷം കഴിഞ്ഞ ഒരു വർഷമായി അത് കൂടുതൽ ശക്തമാക്കിയെന്നും UK ആസ്ഥാനമായുള്ള പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ടെഹ്റാൻ അടുത്തുള്ള പാർച്ചിൻ സൈനിക സമുച്ചയത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി സജീവ ആണവായുധ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തലൈഗൻ 2 സൗകര്യം നശിപ്പിച്ചിരുന്നു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന്റെ തെക്ക് കിഴക്ക് നിന്ന് 20 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രമാണ് തലൈഗൻ. 2003 ഇവിടെ നടന്നിരുന്ന ആണവ പദ്ധതി നിർത്തിയതായി ഇറാൻ അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് അത് രഹസ്യമായി തുടരുകയായിരുന്നുവെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ മുൻപും ആരോപിച്ചിട്ടുണ്ട്. US ആസ്ഥാനമായുള്ള വാർത്താ ഏജൻസിയായ ആക്സിയോസിന്റെ റിപ്പോർട്ട് പ്രകാരം അവർ ആക്രമണത്തിനായി കാത്തിരിക്കുകയാണ്. എല്ലാ രാത്രിയും അത് പ്രതീക്ഷിക്കുന്നു. എല്ലാം അതീവ ജാഗ്രതയിലാണ്. ആർക്കും അറിയാത്ത സൈറ്റുകളിൽ പോലും ഇസ്രായേൽ അറ്റാക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനുവരി 2ാം തവണയും വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ഉപരോധത്തിന്റെ പരമാവധി സമ്മർദ്ദം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ഇത് അദ്ദേഹത്തിന്റെ ആദ്യ ടേമിലെ സമീപനത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ്. കാരണം ഈ നയത്തിന് കീഴിൽ ടെഹ്റാൻ ആണവായുധങ്ങൾ പിന്തുടരുന്നുവെന്ന് ആരോപിച്ച് ഇറാനും ലോകശക്തികളും തമ്മിലുള്ള 2015 ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയിരുന്നു. ടെഹ്റാൻ പക്ഷേ നിരന്തരം ആരോപണം നിരസിച്ചുകൊണ്ടേയിരുന്നു. ഇറാനുമായി കരാർ ഉണ്ടാക്കാൻ ട്രംപ് അടുത്തിടെ ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി ഈ മാസം ആദ്യം, അതായത് കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 15 പറഞ്ഞത് അമേരിക്കയുമായി ചർച്ച നടത്തി ഒരു പ്രശ്നവും പരിഹരിക്കില്ല എന്നാണ്. ഒരു ദിവസത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പിന്തുണയോടെ ഇറാനെതിരെ ഫിനിഷ് ദ ജോബ്, അതായത് ജോലി ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുമെന്ന് പറഞ്ഞു. ഇത് പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളെ പരാമർശിച്ചുകൊണ്ടാണ് ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. അതായത് തങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ പണികളും തങ്ങൾ ഇനി ഉടൻ തന്നെ അത് നിർത്തിച്ചിരിക്കും. കഴിഞ്ഞ 16 മാസമായി ഇറാന്റെ ഭീകര അച്ചുതണ്ടിന് ഇസ്രായേൽ കനത്ത പ്രഹരമാണ് നൽകിയത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ നിങ്ങളുടെ നിർലോഭമായ പിന്തുണ ഞങ്ങൾക്ക് ഈ ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്നും പൂർത്തിയാക്കുമെന്നും എനിക്ക് സംശയമില്ല എന്നാണ് നെതന്യാഹു പറഞ്ഞിട്ടുള്ളത്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാസയിൽ ഇറാൻ പിന്തുണയുള്ള പാലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പിനും ലെബനനിലെ ടെഹ്റാൻ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയ്ക്കുമെതിരെ ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യവുമായി ഇസ്രായേലിനെതിരെ അണിനിരുന്ന യമനിലെയും ഇറാഖിലെയും ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളുടെ ആക്രമണവും അത് നേരിട്ടിട്ടുണ്ട്. ഇറാന്റെ ഭീഷണിയെ നേരിടാൻ ഇസ്രായേലും അമേരിക്കയും തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു.